ഹായുടെ മക്കളെ, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. NMMSനെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും നിങ്ങളല്ലേ. ഒരുപാട് പ്രതീക്ഷയോട് കൂടിയായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ചിലപ്പോൾ NMMSനെ പ്രിപ്പയർ ചെയ്യുന്ന മക്കളുടെ പാരൻസും ടീച്ചേഴ്സും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം മക്കളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഭയങ്കര കൺസേൺഡ് ആയിരിക്കും നിങ്ങളെ കുറിച്ചിട്ട്. NMMS ക്രാക്ക് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്ത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. സോ NMMS ക്രാക്ക് ചെയ്യാൻ ഏത് പാറ്റേൺ ആണ് ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് NMMS ക്രാക്ക് ചെയ്യാൻ പറ്റുക, എന്താണ് ഈസി വേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒറ്റ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് കെമിസ്ട്രി വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം അല്ലേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സിലബസ് അറിയണം. അതായത് ഓരോരോ സബ്ജക്റ്റിലും എത്ര ടോപ്പിക്സ് ഉണ്ട്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്. വെറുതെ വായിച്ചു പോയാൽ പോരാട്ടോ. ഒരു നോട്ട് എടുത്തിട്ട് ആ ടോപ്പിക്സ് നിങ്ങൾ എഴുതിയെടുക്കണം, നോട്ട് ചെയ്ത് വെച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഉണ്ട്, എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, അതുപോലെ തന്നെ പ്യുവർ സബ്സ്റ്റൻസ് മിക്സ്ചേഴ്സ്, സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ്, ആസിഡ് ബേസ് സോൾട്ട്, ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻസ്, കെമിക്കൽ ഇക്വേഷൻസ്, സേഫ്റ്റി ഫുഡ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് അല്ലേ. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതിയെടുക്കണം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോരോ ടോപ്പിക്കിൻ്റെ കൺസെപ്റ്റുകൾ കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. ഓരോരോ ദിവസം ഓരോരോ ടോപ്പിക് സെലക്ട് ചെയ്താൽ മതി. ആ ടോപ്പിക്കിലുള്ള കൺസെപ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ലെക്ചർ നോട്ട് എഴുതാം. രണ്ടാമത്തെ കാര്യമാണ് ലെക്ചർ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വാരി വലിച്ച് എഴുതണ്ട. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണോ, എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ടാക്കിയിട്ട്, വളരെ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. കാരണം ആ ലെക്ചർ നോട്ട് നിങ്ങളുടെ എക്സാം സമയത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റ്. അതായത് ഓരോരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ MCQ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ ഓൺലൈനിൽ ഒരുപാട് എന്തുണ്ട്, MCQ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. വേറെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്നും പോകണ്ട. ഒരു ടോപ്പിക് എടുക്കുന്നു, അത് നിങ്ങൾ ആദ്യം പഠിക്കുന്നു, അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു കേട്ടോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 1 വീക്കിൽ, അതായത് ആഴ്ചയിൽ ഒരു ദിവസം എടുത്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണോ നിങ്ങൾ പഠിച്ചത് അതിൻ്റെ ലെക്ചർ നോട്ട് ഉണ്ടല്ലോ, ആ ലെക്ചർ നോട്ട് മാത്രം ഉപയോഗിച്ച് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു എക്സാം പോലെ സെൽഫ് ഇവാലുവേഷൻ. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ അങ്ങനെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ട്, ഏതൊക്കെ ഏരിയയിലാണ് ഞാൻ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗമാണ് എനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യനിലാണ് എനിക്ക് കൂടുതൽ സമയം വേണ്ടത് എന്ന് നമുക്ക് സ്വന്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുക. ദാറ്റ് പാർട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ സെൽഫ് ഇവാലുവേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എക്സാം സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്, NMMS ക്രാക്ക് ചെയ്യണമെന്നാണല്ലോ. ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പാറ്റേൺ രീതിയിൽ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം എന്താണെന്നറിയോ, NMMSന് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ സിലബസുകൾ തന്നെയാണ്. പിന്നെ കുറച്ച് നമുക്ക് എന്തുണ്ട്, 7th-ലെയും 5th-ലെയും 6th-ലെയും വളരെ ചുരുങ്ങിയ ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അപ്പം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ NMMSന് മാത്രമല്ല അത് ഉപകാരം, നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലേക്കും ഹയർ ക്ലാസ്സസിലേക്കും പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ പറഞ്ഞ പാറ്റേൺ എന്തായിരുന്നു, ആദ്യം നമ്മൾ കൺസെപ്റ്റുകൾ എഴുതിയെടുക്കുന്നു, ആ കൺസെപ്റ്റിന് ലെക്ചർ നോട്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നു, അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമ്മൾ ചെയ്യുന്നു. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സെൽഫ് ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ഒരു എക്സാം സ്വന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സാം കണ്ടക്ട് ചെയ്തിട്ട് എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ സാറ്റിൽ നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ടല്ലേ, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാത്സും ഉണ്ട്. ഈ 5 എണ്ണത്തിനും ഇതേ പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കിക്കേ. ലാസ്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലോ പഠിച്ചതെല്ലാം മറന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തിനാണ് നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കുന്നത്, ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഉള്ള സമയം നമ്മൾ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 100% ഈ പറയുന്ന ടോപ്പിക്സ് കവർ ചെയ്ത് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഇനി മാറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മാറ്റിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. കാരണം അവിടെ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം ടൈം മാനേജ്മെന്റ് ആണ് അല്ലേ. നമുക്ക് 90 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റേ ഉള്ളൂ. അതിനകത്ത് ഒരുപാട് പ്രോബ്ലം സോൾവിങ്സ് ഉണ്ടാവും, ട്രിക്സ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, ഒരുപാട് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ മാത്സിന് നമ്മൾ പ്രിപ്പറേഷൻ നമ്മൾ നോക്കാൻ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും NMMS ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്തു പറയുന്നത്, NMMS എക്സാമിന് ഇത്ര % മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആ സ്കോളർഷിപ്പ് കിട്ടിക്കോളണമെന്നില്ല കേട്ടോ. നമുക്കറിയാം NMMS സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സെലക്റ്റീവ് സ്റ്റുഡൻസിനാണുള്ളത്.
ആ സെലക്റ്റീവ് സ്റ്റുഡൻസിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ അത്രത്തോളം നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ടായിരിക്കണടാ, നമ്മുടെ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. 2 മാസമല്ലേ നമ്മുടെ മുന്നിലുള്ളത്. ഡിസംബർ ലാസ്റ്റിലേക്ക് നമുക്ക് എക്സാമുമാണ്. ഈ 2 മാസം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് NMMS ക്രാക്ക് ചെയ്യുക, നിങ്ങളുടെ പാരൻസിനെ പ്രൗഡാക്കി മാറ്റുക, അതുപോലെ തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സിനെയും. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ് NMMS ക്രാക്ക് ചെയ്യണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് നിങ്ങൾ ഇത് കാണുന്നത് അല്ലേ. അതേപോലെ അത്രയും ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ താഴെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കെമിസ്ട്രിയിലുള്ള ടോപ്പിക്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ സൈഡിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാംസ് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.